ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ മസാല കൂട്ടിൽ അയില പൊരിച്ചാണ്. അതായത് നല്ല കട്ടിയുള്ള ദശക്കട്ടിയുള്ള വലിയ അയില എങ്ങനെ പൊരിക്കാം എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനൊരു 4 അയില നല്ലതുപോലെ വരഞ്ഞ് വൃത്തിയാക്കി 2 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 സ്പൂണ് തേങ്ങ ചിരവിയത്, ഒരു 5 വെള്ളുള്ളി അല്ലി തോലോടെ, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും, ഒരു 4 ചുവന്നുള്ളി നല്ല വൃത്തിയാക്കിയതും, പിന്നെ ഒരു 1/4 സ്പൂണ് പെരിഞ്ചീരകവും ചേർക്കുക. ഇനി വേണ്ടത് 1/4 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, അതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തു. ഇനി ഒരു കൈപ്പിടി മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പുളിരസത്തിന് വേണ്ടി ഒരു 2 സ്പൂണ് പുളിവെള്ളം, വാളംപുളിയുടെ വെള്ളം, അല്പം സാദാ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് അരച്ചെടുക്കണം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടെന്ന് പറയുന്നത്. നല്ല രുചിയായിരിക്കും. എന്തായാലും നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക. ഒരു ബൗളിലേക്ക് 1/2 സ്പൂണ് അരിപ്പൊടിയും 1/2 സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് ഈ മസാല അരച്ചത് അതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊന്നും മീനിൽ നിന്ന് വിട്ടു പോവുകയില്ല. ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു അല്പം വെള്ളം, ഒരു 1.5 സ്പൂണ് വെള്ളം മസാല അടക്കം അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇപ്പോൾ ഞാനതിൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ പോരായിട്ടുണ്ട്, അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മളിതിൽ മസാല ചേർത്ത് എല്ലാവർക്കും മനസ്സിലായല്ലോ. തേങ്ങ നിർബന്ധമായിട്ട് ചേർക്കണം, അതേപോലെ മറ്റുള്ള ഐറ്റംസൊക്കെ. ഇനി ആ വരഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ അതിലേക്ക് പിടിക്കട്ടെ. അപ്പോൾ ഈ മസാല നമ്മൾ ചേർത്തിരിക്കുന്ന ഒരല്പം ലൂസാണ്, വളരെ ടൈറ്റല്ല. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ വരഞ്ഞ ഭാഗത്തേക്കൊക്കെ മസാല ഇറങ്ങിച്ചെന്ന് നല്ലതുപോലെ ഒന്ന് ഉപ്പും മുളകൊക്കെ പിടിച്ചു കിട്ടുള്ളൂ. 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല ദശക്കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ അടിവശത്ത് നല്ലപോലെ മസാല പുരട്ടി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ എങ്ങനെ ബാക്കി മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ ദശക്കട്ടിയുള്ള നല്ല വലിയ അയിലയായതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് അടിവശം ഒരു 1.5 മിനിറ്റ് ആയതിനു ശേഷം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മസാലയൊന്നും ഒട്ടും ഇളകിപ്പോയില്ല. ഒരു വശത്തെ ഒന്ന് തിരിച്ചിട്ട് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അതിലേക്ക് ഓയിലെല്ലാം ചേർന്ന് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഒന്നുകൂടി നമ്മൾ തിരിച്ചും മറിച്ച് വിടണം. അങ്ങനെ 2 വശവും 2 തവണ തിരിച്ചും മറിച്ചിട്ട് നമ്മൾ മൊരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ആ എണ്ണയൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കുക. എന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടി ഇതേപോലെ വെക്കുക. അപ്പോൾ അതിൻ്റെ സൈഡ് വശമൊന്ന് മൊരിയാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ചരിച്ചൊക്കെ വെച്ച് നല്ലതുപോലെ മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ അയില പൊരിച്ചതായിരിക്കും. നല്ലൊരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ്. അതിൻ്റെ മണം തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് ഇഷ്ടപ്പെടാതിരിക്കില്ല. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാനതെല്ലാം പൊരിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. രണ്ടാമത് നമ്മൾക്ക് അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. 1 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഞാൻ ആ 3 പീസും കൂടി അതേപോലെ തന്നെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ശരിയായി കിട്ടി. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ മസാല കൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അയില വാങ്ങിയാൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇപ്പം ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. സൂപ്പറായില്ലേ? വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്